പിന്നെ പോലീസ് കേസെടുത്തൊരു കാര്യത്തിനകത്ത് ക്രിമിനൽ നടപടി നിയമം മുന്നോട്ട് പോകുമ്പോൾ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് ഒരു ജഡ്ജിയെ വെച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും അറിയാതെ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആളുകൾ ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായിക്കെതിരെയല്ലേ പോരട്ടെ എന്ന് പറയുന്നു. പോലീസ് അന്വേഷണത്തിന്റെ പോക്കിനെ കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ശ്രീ അനിൽകുമാർ, മരം മുറിയുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഒക്കെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? എന്താണ് ADGPയുമായി ബന്ധപ്പെട്ട് താൻ കൃത്യമായി രേഖകൾ സഹിതം കൊടുത്ത പരാതി DGPയുടെ കയ്യിൽ കിട്ടിയിട്ടും DGP ചെയ്തത് എന്താണ്? 6 മാസം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം അടുത്ത ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യാവുന്ന തെളിവുകളാണ് DGPയുടെ കയ്യിലുള്ളത്. അപ്പോൾ വിജിലൻസിന് 6 മാസം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ സമയം അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. താങ്കൾ ഈ പറയുന്ന ആർജവം എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള അന്വേഷണം നേരിടുന്ന ADGP ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ ഇരിക്കുകയാണ്. അതാണ് ആർജവം. അവിടെ കേരളത്തിലെ സർക്കാർ എടുത്തൊരു നയം മനസ്സിലാക്കൂ. ഒരു കലക്ടറെക്കുറിച്ചൊരു സ്ഥലത്തെ MLA പരാതിപ്പെട്ട കലക്ടറെ ഉടനെ മാറ്റാൻ പറ്റുമോ? പരാതി സ്വീകരിച്ച് കഴമ്പുണ്ടെങ്കിൽ പുകയ്ക്കും. സ്ഥലം മാറ്റം മാത്രം പോരല്ലോ, പുകയ്ക്കുമല്ലോ, എല്ലാ നടപടി എടുക്കുമല്ലോ. ADGP പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുകയ്ക്കുകയല്ലേ? സംശയം എന്താ? ആരെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ കേരളത്തിൽ? പക്ഷെ വസ്തുതകൾ പുറത്തു വരണം. ആ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ നിയമാനുസരണം മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റൂ. ഒരു ഭരണകക്ഷി MLA പറഞ്ഞാലും പ്രതിപക്ഷ MLA പറഞ്ഞാൽ ഉടനെ സ്ഥലം മാറ്റം, അത് നടക്കൂല. നടപടി എടുക്കാമല്ലോ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കും. ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ സംഭാഷണം പുറത്തു വന്നു. മറ്റുദ്യോഗസ്ഥന്മാരുടെ പേരിൽ വസ്തുതകൾ മാത്രമാണ് ശ്രീ അനിൽകുമാർ, മറ്റൊന്നുമല്ല. അല്ല, ബാക്കി അന്വേഷിക്കല്ലേ? അതെ, ലഭ്യമായ അതാണ് കറക്റ്റാണ് ഞാൻ പറയുന്നത് തന്നെ കറക്റ്റ്. ആ സംഭാഷണം അനുചിതമാണ്, സസ്പെൻഡ് ചെയ്തു. ചട്ടങ്ങളുടെ ലംഘനമാണ്. ബാക്കി ചട്ടലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു കൂട്ടരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം കൊണ്ടുപോവാ, നമുക്കൊന്ന് പെട്ടെന്ന് സസ്പെൻഡ് ചെയ്ത് കളയാം. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലടക്കമുള്ള വേദികൾ പരിശോധിക്കുന്ന നിയമ നടപടികളുടെ ഭാഗമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അല്ലാണ്ട് AK സെൻറ്ററിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ചെയ്യുന്നതല്ല. അത് നിയമാനുസരണം മാത്രമേ നടക്കൂ. ആ നിയമപ്രക്രിയയുടെ ഭാഗമാകാൻ എനിക്ക് സൗകര്യമില്ല എന്ന തരത്തിലൊരു MLA പറഞ്ഞാൽ അദ്ദേഹം അത്രയും സഹിഷ്ണുത ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. ബഹുമാനപ്പെട്ട അൻവർ നാളെയാണെങ്കിലും എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൊടുക്കണം. ഇനി അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ട് കോടതി കൊടുക്കട്ടെ. അതിൽ P ശശി ഒഴിവാക്കരുത്, ആരെയും ഒഴിവാക്കരുത്. അദ്ദേഹം ആരെയും ഒഴിവാക്കരുത്. ഒരു സൗജന്യവും വേണ്ട. ഇത് ജനങ്ങൾ അറിയട്ടെ. ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ മാത്രമല്ല. മുഖ്യമന്ത്രിയെ അൻവർ സമീപിക്കുമ്പോൾ തന്നെ അൻവറിനെ ഞാൻ പറയാം, അത് തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് അൻവർ വന്നു കഴിയുമ്പോൾ അൻവറിനെ പാട്ടിലാക്കാനല്ല കേരള മുഖ്യമന്ത്രി പരിശ്രമിച്ചത്. അൻവറിൻ്റെ പരാതി കേട്ടു, അന്വേഷണം പരസ്യപ്പെടുത്തി. പോലീസിന് അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് വിവരാവകാശ പ്രകാരം നിങ്ങളുടെ കിട്ടും. അൻവറിൻ്റെ പരാതി നിങ്ങളുടെ ലഭിക്കും. ഏത് വസ്തുതയും നിർഭയമായി അന്വേഷിക്കാൻ ഒരു മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു. ഞങ്ങളുടെ ആർജവാണ്. കാരണം എന്താണ്? മടി കനവില്ല. അതുകൊണ്ട് പാർട്ടിക്കും മടി കനവില്ല. പാർട്ടി സഖാക്കൾക്ക് വേണ്ടി അൻവർ വാദിക്കേണ്ട. അൻവർ പാർട്ടിയാകുന്ന മുമ്പ് ഈ നാട്ടിലെ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുണ്ടാക്കിയ പാർട്ടിയാണിത്. അതിനെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിക്കകത്ത് വേറൊരു പാർട്ടി, പള്ളിക്കകത്ത് കുരിശുപള്ളി പണിയാൻ അൻവർ ഇങ്ങോട്ട് വരണ്ട. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എന്താണ് അൻവറിന്റെ ഭാവി? നിങ്ങൾ എന്താണ് അൻവറിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ വ്യക്തികളുടെ ഭാവിയുടെ പുറകെ നടക്കില്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിൽ ഈ കേരളത്തിനകത്ത് അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് ഈ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഏത് വെല്ലുവിളിയെ നേരിടുന്ന പോലെ ഇതിനെ നേരിടുക തന്നെ ചെയ്യും. ഒരു സംശയം അക്കാര്യത്തില്ല. അൻവറിന്റെ കാര്യത്തിൽ തീരുമാനം എന്താണ്? അല്ല, അൻവറിൻ്റെ കാര്യത്തിലെ തീരുമാനം അൻവർ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സഹകരിക്കുന്നൊരു MLA ആയിരുന്നു. അതൊക്കെ LDFൻ്റെ കമ്മിറ്റിക്ക് വരികയല്ല, ഇനി പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിലും വരികയല്ല. അദ്ദേഹം തീരുമാനിച്ചതിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകം തീരുമാനം എടുക്കാൻ എന്താ? പിന്നെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത്, എന്തെല്ലാം പരാതിയാണോ ഉള്ളത്, ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണമുള്ളത്, അതെല്ലാം കൂടെ ദയവായി ഒന്ന് പൊതുബന്ധ മണ്ഡലത്തിൽ പറയൂ. ഞങ്ങൾക്കൊന്ന് തിരിച്ചു പറയാനൊരു അവസരം തരൂ. കള്ളം പറഞ്ഞു നടക്കരുത്, നുണ പറഞ്ഞു നടക്കരുത്. ശരി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.